അലർജീൻ്റെ എല്ലാ ടെസ്റ്റുകളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ലെവൽസ് ചിലപ്പോൾ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും, മെഡിസിൻ എടുക്കുമ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ടാവും, പക്ഷേ സിംറ്റംസിൽ കുറവ് വന്നിട്ടുണ്ടാവില്ല. മെഡിസിൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ കുറവ് വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഫെറിറ്റിൻ ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, സിറം ഫെറിറ്റിൻ ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് കൂടുതലുള്ള മാസങ്ങളിൽ ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അനീമിയ ഉള്ള സ്ത്രീകൾ ഉണ്ടാവാം. ഇവരിൽ എന്താണെന്ന് വെച്ചാൽ ഫെറിറ്റിൻ ലെവൽ കുറവായിരിക്കും. HB ഒക്കെ നമ്മൾ നോക്കണ്ടായിരിക്കും, അത് വലിയ കുറവുണ്ടാവില്ല. പക്ഷേ ഫെറിറ്റിൻ പലപ്പോഴും സ്ത്രീകൾ നോക്കുന്നില്ല. ഈ ഫെറിറ്റിൻ ലെവൽ കുറവാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സെൽസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റിനും ഫംഗ്ഷനും ഒക്കെ ഈ അയൺ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിന്റെ ലെവൽ ശരീരത്തിൽ കുറവാകുന്ന സമയത്ത് ശരീരം പല കാര്യങ്ങളോടും ഓവർ റിയാക്ഷൻ കാണിക്കും. അങ്ങനെ വരുന്ന സമയത്ത് സിംറ്റംസ് കൂടുതലായിരിക്കും, അലർജീൻ സിംറ്റംസ് കൂടുതലായിരിക്കും, ആസ്മ ഉണ്ടെങ്കിൽ അത് കൂടുതലായിരിക്കും. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫെറിറ്റിൻ കുറവാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മെഡിസിൻ്റെ ഒപ്പം തന്നെ ഫെറിറ്റിൻ ലെവൽ ഇമ്പ്രൂവ് ആവാനുള്ള ഭക്ഷണവും കൂട്ടത്തിൽ മരുന്നും നിങ്ങൾ എടുത്താൽ മാത്രമേ അലർജി നിങ്ങൾക്ക് കുറവ് വരുള്ളൂ.